ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക്ക് തപസ്കാരത്തിലെ രണ്ടാമത്തെ ആഴ്ചയിലെ തിങ്കളാഴ്ച, ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 36 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ. ഈശോനാഥൻ കരുണയെക്കുറിച്ച് സംസാരിക്കുകയാണ്. എൻ്റെ സ്വർഗസ്വനായ പിതാവ് കരുണയുള്ളവനായിരിക്കുന്ന പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കും. എന്നിട്ട് ഈശോ പറയുകയാണ് ഒരു കണക്കിനെ കുറിച്ച്. ഈ ഭാഗം അവസാനിക്കുന്നത് ഈശോ പറയുന്നതിനാണ്: കൊടുക്കുവിൻ നിങ്ങൾക്കും കിട്ടും, അമർത്തി കുരുക്കി നിറച്ചളന്ന് അവർ നിങ്ങളുടെ മടിയിൽ ഇട്ടു തരും, നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അളന്ന് കിട്ടും. സത്യത്തിൽ ഈ വചനഭാഗത്തില് നന്മ കൊടുത്താൽ അതേ രീതിയിൽ തന്നെ അളന്ന് നിനക്ക് തിരിച്ച് നന്മ കിട്ടും എന്നും, തിന്മ കൊടുത്താൽ അതേ അളവിൽ തിന്മ കിട്ടും എന്നൊരർത്ഥം നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. നമുക്ക് കരുണയെക്കുറിച്ച് ചിന്തിക്കാം. കരുണയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈശോനാഥൻ തൻ്റെ മലയിലെ പ്രസംഗത്തിൽ, ആദ്യത്തെ പ്രസംഗം, അതിൽ പറയുന്ന വാക്യങ്ങളിൽ ഏതാണ്ട് മധ്യഭാഗത്തും പറയുന്നൊരു കാര്യമുണ്ട്: കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ഇപ്പം പലതിനും പല പ്രതിഫലമാണ് ഈശോ പറയുന്നതെങ്കിലും കരുണയെക്കുറിച്ച് പറയുമ്പോൾ കരുണ ലഭിക്കുമെന്ന് തന്നെ ഈശോ പറയുന്നത്. നമുക്ക് ഒരുപാട് സംഭവങ്ങൾ ചരിത്രത്തിൽ നിന്നും, ഒരുപാട് കഥകൾ നമുക്ക് അല്ലെങ്കിൽ യഥാർത്ഥ സംഭവങ്ങൾ നമുക്ക് ഓർത്തെടുക്കാൻ സാധിക്കും. ഈ ഒരിക്കൽ ഒരാൾ കരുണ കാട്ടിയത് വർഷങ്ങൾക്ക് ശേഷം അയാളിലേക്ക് തിരികെ എത്തുന്ന സംഭവമൊക്കെ നമുക്ക് ഒരുപാട്, നമ്മളിങ്ങനെ ഇന്ത്യൻ ഫിലോസഫി ബേസ് ചെയ്താണെങ്കിൽ കർമ്മ സ്റ്റോറി എന്നൊക്കെ നമ്മൾ പറയാറുണ്ടായിരുന്നു. ഇങ്ങനെ നമ്മൾ കൊടുത്തത് തിരിച്ചു വരുന്നതിനെ കുറിച്ചൊക്കെ പറയുന്ന ഒരുപാട് കഥകളുണ്ട്. പെട്ടെന്ന് മനസ്സിലേക്ക് വന്നത് ഒരു സിനിമയിലെ രംഗമാണ്. നമ്മൾ മിക്കവാറും നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാകാൻ സാധ്യതയുള്ള കായംകുളം കൊച്ചുണ്ണിയുടെ കഥ സിനിമയായപ്പോൾ അതിനകത്തൊരു മനോഹരമായ രംഗമുണ്ട്. നമ്മളിങ്ങനെ, എൻ്റെ ആ സിനിമ കണ്ടിട്ട് എനിക്ക് എൻ്റെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്ത് ഇങ്ങനെ കിടക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട രംഗം. ആ രംഗം ഇതാണ്: ഇങ്ങനെ കായംകുളം കൊച്ചുണ്ണി കാട്ടിലൂടെ യാത്ര ചെയ്ത് പോകുമ്പോൾ ഒരു കുതിര അപകടപ്പെട്ട് കിടക്കുകയാണ്, മുറിവേറ്റ് കിടക്കുകയാണ്. കുതിര ചത്തുവാനുള്ള സാധ്യതയുണ്ട്. ആ കുതിരയുമായി വന്നയാൾ, ഇച്ചിരി വെൽ ഡ്രസ്ഡ് ആയിട്ടുള്ള ഒരാൾ അടുത്ത് നിൽപ്പുണ്ട്. അപ്പോൾ ഈ കായംകുളം കൊച്ചുണ്ണി പറയുന്നത് അങ്ങ് പോവുക എന്ന് പറഞ്ഞിട്ട് അയാളെ രക്ഷിക്കുന്നു. അയാൾ പോകാനായിട്ടുള്ളൊരു വഴിയൊക്കെ ഒരുക്കി കൊടുക്കുന്നു. എന്നിട്ട് കുതിരയുടെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കരുണ കാണിക്കുക, രണ്ടുപേരുടെ കരുണ കാണിക്കുക. അയാൾക്ക് പോകാനുള്ള ഒരുക്കങ്ങൾ ചെയ്ത് കൊടുക്കുന്നു, കുതിരയെ ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറയുന്നു. എന്താണ് അതിനുശേഷം ഈ മനുഷ്യൻ തൻ്റെ കയ്യിൽ നിന്ന് ഒരു എഴുത്തോലയും എഴുത്താണിയും ഒക്കെ എടുത്തിട്ട് എന്തോ എഴുതി അയാളുടെ കൈമാറിയിട്ട് ഈ മനുഷ്യൻ നടന്നു പോവുകയാണ്. നടന്നു പോയി കഴിയുമ്പോൾ കായംകുളം കൊച്ചുണ്ണി ഇത് വായിക്കുന്നു. ഓർക്കുന്നുണ്ടാകും കണ്ടവർക്ക്. വായിക്കുമ്പോഴത്തേക്ക് മനസ്സിലാവുന്നു, ഈ ഓലയുമായി ഇനി കൊട്ടാരത്തിലേക്ക് കടന്നു വരുന്ന ഈ ആൾക്ക് നിയമങ്ങൾ അനുവദിക്കുന്ന രീതിയിലുള്ള എന്ത് സഹായവും ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി ഒപ്പുവെക്കുന്നത് സ്വാതി തിരുനാൾ മഹാരാജാവ്. അതൊരു ചരിത്ര, സ്വാതി തിരുനാൾ മഹാരാജാവിനെ കുറിച്ച് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. സംഗീതത്തിനും കലയ്ക്കും ഒക്കെ പ്രാധാന്യം നൽകിയ മഹാനായ ഒരു ചരിത്ര പുരുഷൻ. അദ്ദേഹം ഇങ്ങനെ ഒപ്പുവെച്ചൊരു എഴുത്തോലെയാണ് കൈമാറുന്നത്. അപ്പം ഇങ്ങനെ അമ്പരപ്പോടുകൂടി കായംകുളം കൊച്ചുണ്ണി നോക്കിക്കൊണ്ടിരിക്കുന്ന രംഗമുണ്ട്. സിനിമയുടെ ഒടുക്കം കായംകുളം കൊച്ചുണ്ണിയെ തൂക്കിക്കൊല്ലാൻ വിധിക്കുന്ന സമയത്ത് അതിന് തൊട്ടു മുമ്പായിട്ട് ഈ മനുഷ്യനൊരു സഹായം ആവശ്യമായിട്ടുണ്ട്, അല്ലെങ്കിൽ മനുഷ്യൻ രക്ഷപ്പെടേണ്ടതായിട്ടുണ്ട്. ഇപ്പം നമ്മൾ കാണുന്നത് അവസാനത്തെ രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ഒരു വഴിയും ഇല്ല എന്നുള്ള രീതിയിൽ നിൽക്കുമ്പോഴാണ് ഈ എഴുത്തുപോലെ വെച്ച് ഇദ്ദേഹത്തിന് ഒരു അനുവാദം കിട്ടുന്നു. ഈ ഇദ്ദേഹത്തിൻ്റെ ഗുരുവായ കളരി ഗുരുക്കളായ തങ്ങൾ എന്ന് പറയുന്ന കഥാപാത്രം അവിടെ കടന്നു വരികയും അയാൾ ഈ കായംകുളം കൊച്ചുണ്ണിയിൽ നിന്ന് തൻ്റെ ശിഷ്യന് അവസാനത്തെ ഏറ്റവും പ്രഗത്ഭമായ, അയാൾക്ക് മാത്രമേ ചെയ്യാൻ കഴിയൂ എന്ന് ഉറപ്പുള്ള ഒരടവ് ചെവിയിൽ പറഞ്ഞു കൊടുക്കുന്നു, വായ്ത്താരി ചെവിയിൽ പറഞ്ഞു കൊടുക്കുന്നു. അതുപയോഗിച്ച് ഈ മനുഷ്യൻ രക്ഷപ്പെടുന്നു. ഈ കായംകുളം കൊച്ചുണ്ണി രക്ഷപ്പെടുന്നതായിട്ടാണ് സിനിമയിൽ കാണിക്കുന്നത്. ഇങ്ങനെ ഓർത്തൊരു കാര്യം ഇതാണ്, ഈ കായംകുളം കൊച്ചുണ്ണി എന്ന കഥാപാത്രത്തെ നമ്മൾ ചരിത്രത്തിൽ വായിക്കുമ്പോൾ അനേകം കൊള്ളയും ഈ മോഷണമൊക്കെ നടത്തിയിട്ട് പാവങ്ങളെ സഹായിച്ചൊരു മനുഷ്യൻ എന്ന രീതിയിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. പക്ഷേ അദ്ദേഹം ചെയ്തൊരു നന്മ, കാരുണ്യ പ്രവൃത്തി, മഹാരാജാവിന് രാജാവാണെന്നൊന്നും അറിയാതെ ചെയ്തൊരു കാരുണ്യ പ്രവൃത്തി, അതാണ് സത്യത്തിൽ
മരണത്തിന് തൊട്ടും അല്ലെങ്കിൽ ആ മരണത്തിൽ നിന്ന് അയാളെ രക്ഷിക്കുന്നത് അവസാനത്തെ ഒരു വലിയ അനുഗ്രഹമായി തിരികെ എത്തുന്നത്, ആ കരുണ തിരിച്ചെത്തുന്നത്. ഇപ്പം നമ്മൾ പല രീതിയിൽ നന്മ ചെയ്യുന്നു നമ്മൾ ചിന്തിച്ചിട്ട് ചിലപ്പോൾ തിന്മയായിരിക്കും ചെയ്യുന്നത്. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ കൃത്യമായിട്ട് നമ്മൾ ചെയ്തൊരു നന്മ പ്രവൃത്തി, ഒരു കാരുണ്യ പ്രവൃത്തി, അത് നമ്മളിലേക്ക് നമ്മുടെ രക്ഷയ്ക്കായിട്ട് തിരിച്ചെത്തും. ഇത് നമ്മൾ ഈ ഇന്ത്യൻ ഫിലോസഫിയിൽ കർമ്മ എന്നൊക്കെ നമ്മൾ പറയുന്നൊരു കാര്യം അത് തന്നെയാണ്. അതിനേക്കാൾ മനോഹരമായിട്ട് ഈശോ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ പറഞ്ഞു കഴിഞ്ഞു. ഈശോ പറയുന്ന വാക്യം ഇങ്ങനെയാണ്, ലൂക്കാസ് സുവിശേഷം 6-38 വാക്യം, ഇങ്ങനെ കൊടുക്കുവിൻ നിങ്ങൾക്കും കിട്ടും, അമർത്തി കുലുക്കി നിറച്ച് അളന്ന് അവർ നിങ്ങളുടെ മടിയിലേക്ക് ഇട്ട് തരും, നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്ന് കിട്ടും. അപ്പം നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തിരിച്ചു വരാനുള്ളതാണ് എന്ന ബോധ്യത്തിൽ കൊടുക്കുക. അപ്പോൾ നമുക്ക് തിന്മ കൊടുക്കാതിരിക്കാനും നന്മ കൊടുക്കുവാനും കരുണ കാട്ടുവാനും നമുക്ക് സാധിക്കും. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു കാരുണ്യ പ്രവൃത്തിയും പാഴായി പോകത്തില്ല എന്ന് ഉറപ്പ് തരുന്ന ദൈവത്തെയാണ് നമുക്ക് സുവിശേഷം മനസ്സിലാക്കാൻ സാധിക്കുക. കൂടുതൽ തീഷ്ണതയോടുകൂടി ഇതിനൊക്കെ പ്രതിഫലം ഉണ്ടെന്നുള്ള ബോധ്യത്തോടെ, നമുക്ക് എല്ലാത്തിനും പ്രതിഫലമല്ല ആവശ്യം, ഇതിനൊക്കെ പ്രതിഫലം ഉണ്ടെന്നുള്ള ബോധ്യത്തോടു കൂടി കാരുണ്യ പ്രവൃത്തിയിൽ ഏർപ്പെടാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.